പ്രിയമുള്ളവരെ, മുട്ടയിൽ ഗോവിന്ദമേനോൻ ശങ്കരൻ നാരായണൻ അഥവാ നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന MGS നാരായണന്റെ മുമ്പാകെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള എൻ്റെ ബന്ധത്തിന്റെ ചെറിയ ആഴങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ യുഗത്തിൽ കണ്ട ഏറ്റവും ചരിത്രകാരനായിരുന്ന വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് MGS നാരായണൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുട്ടയിൽ ഗോവിന്ദമേനോൻ ശങ്കരൻ നാരായണൻ. 1932 ഓഗസ്റ്റ് മാസം 20-ാം തീയതി കേരളത്തിലെ പൊന്നാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജനിച്ചു. അദ്ദേഹം പരപ്പനങ്ങാടി, പൊന്നാനി, കോഴിക്കോട്, തൃശ്ശൂർ, മദ്രാസ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം നേടിയത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടുകയുണ്ടായി. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് 1-ാം ക്ലാസും 1-ാം റാങ്കും നേടി 1953. പിന്നീട് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി നിയമിതനായി. UGC റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുകയും 1973 കേരള സർവകലാശാല അദ്ദേഹത്തിന് PhD ബിരുദം നൽകുകയുണ്ടായി. 1965 അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി PG സെന്ററിലെ അംഗമായി കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായതിന്റെ തുടക്കത്തിൽ തന്നെ 1968 മുതൽ ചരിത്ര വിഭാഗത്തിൽ അധ്യാപകനാകുകയും അവിടെ ലെക്ചററായി പിന്നീട് റീഡറായി അങ്ങനെ 1973 പ്രൊഫസറായിട്ട് 1976 സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. സാമൂഹ്യ ശാസ്ത്ര ഹ്യൂമാനിറ്റിക്സ് ഫാക്കൽറ്റിയുടെ ഡീനായും അദ്ദേഹം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. 1970 മുതൽ 1992 വരെ വിരമിക്കുന്നത് വരെ അദ്ദേഹം വിഭാഗം HOD ആയിരുന്നു, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ കാലയളവിൽ കേരള ചരിത്ര സാംസ്കാരിക മ്യൂസിയം സ്ഥാപിക്കുവാനും പ്രത്യേക പുസ്തകശാല ഒരുക്കി വർക്ക്ഷോപ്പുകളും സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സംഘടിപ്പിക്കുവാനും പാഠ്യപദ്ധതി ആധുനികമാക്കി സെമസ്റ്റർ പദ്ധതി അവതരിപ്പിക്കുവാനും വകുപ്പിന്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ആരംഭിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹം കോമൺവെൽത്ത് അക്കാഡമിക് സ്റ്റാഫ് ഫെലോ ആയി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ SOAS 1974-75 കാലഘട്ടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചതും വളരെ ചാരിതാർത്ഥ്യമാണ്. മോസ്കോയും ലെനിൻഗ്രാഡുമായിട്ടുള്ള സർവകലാശാലകളിലെ സന്ദർശക പ്രൊഫസറും കൂടിയായിരുന്നു. അതുകൂടാതെ ICHR ഡൽഹിയിലെ ആദ്യ മെമ്പർ സെക്രട്ടറി ആയിട്ട് 1990 മുതൽ 92 വരെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. UGCയുടെ ചരിത്ര പാനൽ അംഗം, ദേശീയ അധ്യാപകൻ, സന്ദർശക പ്രൊഫസർ MG യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പ്രൊഫസർ മാംഗ്ലൂരിൽ അവിടെ അദ്ദേഹം സന്ദർശക പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി പ്രവർത്തന മേഖലകളിൽ, അധ്യാപന മേഖലകളിൽ വളരെ ശ്രദ്ധാലുവായിരുന്ന MGS നാരായണൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹവുമായിട്ട് കുറച്ചേറെ സമയം ചെലവഴിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ സൂചിപ്പിച്ച പോലെ ഡോക്ടർ പോൾ പുളിക്കൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്രിസ്ത്യൻ ചെയറിന്റെ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്റർനാഷണൽ സെമിനാറുകൾ നടത്താറുണ്ടായിരുന്നു. അതിലൊരു സെമിനാറിലാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ചരിത്രവും കേരളത്തിലെ ക്രൈസ്തവ ചരിത്രവും പങ്കുവെക്കാനായിട്ട് വന്നു. ഇന്ന് അദ്ദേഹം പങ്കുവെച്ചതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പുതുമയാർന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു. അതിൽ അദ്ദേഹം അന്ന് പരസ്യമായിട്ട് അവിടെ പറഞ്ഞായിട്ടുള്ള ഒരു കാര്യം, കേരള ക്രിസ്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരളത്തിലെ ചരിത്രം, സഭാ ചരിത്രം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഓതന്റിസിറ്റിയോടുകൂടെ ലഭ്യമായിരിക്കുന്ന 14-ാം നൂറ്റാണ്ട് മുതലാണ്. അതിനു മുമ്പുള്ളതൊക്കെ തന്നെ ഈവൻ ഓറൽ ട്രഡീഷനിൽ പോലും നമുക്ക് ക്ലിപ്തതയില്ല, കൃത്യതയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് അവിടെ പങ്കെടുത്ത ധാരാളം വൈസ് ചാൻസലർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പല തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. അവര് പഠിച്ചു വെച്ചിരിക്കുന്നതും അവരെഴുതിയിരിക്കുന്ന പ്രബന്ധത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പല ചോദ്യോത്തരങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്മയത്വത്തോടുകൂടെ പറഞ്ഞത് 14-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണ് ക്രൈസ്തവ ചരിത്രം ഇന്ന് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മറ്റേതൊക്കെ കുറെയൊക്കെ മിത്തോളജിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഭക്ഷണ സമയത്ത് ഞാനും അദ്ദേഹം കൂടെ ദീർഘമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. കാരണം ഞാനും ഏകദേശമൊക്കെ എൻ്റെ തീസിസിനകത്തൊക്കെ ഈ വിധത്തിൽ ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, ഞങ്ങളൊരു സമാന ചിന്താധിക്കാരായതുകൊണ്ട്, ഞാനൊരു ചരിത്ര പഠിതാവായതുകൊണ്ടും എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും 14-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്രൈസ്തവ ചരിത്രം കേരളത്തിലുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, AD 52 സെൻറ് തോമസ് കേരളത്തിൽ വന്നു, അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ചല്ലേ ഇവിടുത്തെ 7.5 പള്ളികൾ എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് സംശയങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ വിശ്വസിക്കാനും ഇഷ്ടം പോലെ പ്രചരിപ്പിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സിറിയൻ ട്രഡീഷൻ എന്ന് പറയുന്നത് അത് ഈ 14-ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെട്ടതാണ്. അതിനു മുമ്പ് ഇവിടെ സെൻറ് തോമസ്
തോമസ് വന്നിരുന്നെങ്കിൽ ആ വന്ന സെൻറ് തോമസിൻ്റെ അനുയായികളായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ കൂടുതലും അത് യഹൂദന്മാരിൽ നിന്നുള്ളവരായിരുന്നിരിക്കാം. കാരണം അന്ന് യഹൂദന്മാരൊക്കെ കേരളത്തിൽ, നമ്മൾ ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന അന്നത്തെ മലനാട്, ഇടനാട് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള തീരപ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പല കുടിയേറ്റ മേഖലകളിലും യഹൂദന്മാരുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളൊക്കെ ചരിത്രപരമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലായിരിക്കാം സെൻറ് തോമസ് സുവിശേഷം പ്രഘോഷിച്ചതും. അങ്ങനെ അവരായിരിക്കാം ആദ്യം വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം ഭാഷയുടെ വ്യത്യാസങ്ങളുണ്ട്, മാത്രമല്ല സംസ്കാരപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അന്ന് ഈ പറയുന്ന പോലെ ഇവിടെ പട്ടന്മാരൊന്നും വന്നിട്ടുമില്ല, അന്ന് നമ്പൂതിരിമാരൊന്നും കേരളത്തിലില്ല. നമ്മളിന്ന് ഈ പറയുന്നതായിട്ടുള്ള കേരളത്തിലൊന്നും അന്ന് നമ്പൂതിരിമാരില്ല. നമ്പൂതിരിമാരൊക്കെ ഉണ്ടാകുന്നത്, കേരളത്തിലേക്കൊക്കെ വരുന്നത് 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. 8-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ബ്രാഹ്മണിസം ഉണ്ടാകുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഒരു പഠനം നിങ്ങൾ തന്നെ നടത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ നമ്പൂതിരിയൊക്കെ അതിനെക്കുറിച്ച് നല്ല കൃത്യമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്നാണ് പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. സെൻറ് തോമസ് ഇവിടെ വന്നിട്ട് 7 പള്ളി സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് ഐതിഹ്യങ്ങളാകാനേ വഴിയുള്ളൂ എന്നുള്ളത് MGS നാരായണൻ സാറ് വളരെ കൃത്യമായിട്ട് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളിന്ന് കാണുന്ന പള്ളി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പള്ളിയൊന്നും അന്ന് സെൻറ് തോമസിന്റെ മനസ്സിൽ പോലും ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന യെരുശലേം ദേവാലയവും പിന്നീട് ഉണ്ടായിരുന്ന സിനഗോഗുകളുമാണ്. സിനഗോഗുകൾ എന്ന് പറയുന്ന യഹൂദന്മാർ ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കുർബാന സമ്പ്രദായങ്ങളോ മറ്റൊന്നും തന്നെ ആരംഭ സമയത്തും ഇല്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അതാദ്യം നമ്മൾ അംഗീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഈ വാദികൾക്കും അവർക്കൊരു ഷോക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. MGS നാരായണൻ സാറ് അത് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പം 14-ാം നൂറ്റാണ്ട് മുതലാണ് നമ്മളിന്ന് കാണുന്ന കുർബാന സമ്പ്രദായങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ 1-ാം നൂറ്റാണ്ടിലേക്ക് ചകഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും കാര്യമായിട്ട് കിട്ടുകയില്ല. ഇവിടെ കൺവേർഷൻ നടന്നിട്ടുള്ളത് ഈഴവ വിഭാഗത്തിൽ നിന്നാണ്. ഇലങ്കയിൽ നിന്ന് വന്ന ആളുകളെയാണ് ഈഴവരെന്നറിയപ്പെടുന്നത്. അതിനുള്ള ചരിത്ര തെളിവുകളൊക്കെ ഉണ്ട്. MGS നാരായണൻ സാർ പറഞ്ഞ മാത്രമല്ല, അല്ലാതെയും തെളിവുകളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പാരമ്പര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതും ശുദ്ധീകരിക്കപ്പെടുന്നതും പ്രത്യാശയാൽ അങ്കുരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുകയില്ല. പാരമ്പര്യങ്ങളിൽ ഒരുത്തനും സ്വർഗരാജ്യം പ്രവേശിക്കുകയില്ല. മറിച്ച് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ MGS നാരായണൻ സാറിനെ ഓർത്തത് ഈ കാര്യങ്ങൾ പറയാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ എളിമത്വം നിങ്ങളെ ഓർപ്പിക്കാനും കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ അച്ചീവ്മെൻറ്റ്സ്, ഇത് കൂടാതെ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കേരള ആർക്കൈവ്സിൻ്റെയൊക്കെ സാങ്കേതിക ഉപദേശക സമിതിയുടെ ചെയർമാനും കൂടിയായിരുന്നു 2004 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ. മാത്രമല്ല 1969 മുതൽ അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ്. 1974 മുതൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. 76 ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. 78 സെഷൻ 1 പുരാതന ഇന്ത്യ വിഭാഗത്തിലെ പ്രസിഡന്റ് ആയിരുന്നു. 83 മുതൽ 85 വരെ അദ്ദേഹം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2001 മുതൽ അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, എപ്പിഗ്രാഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, പ്ലേസ് നെയിം സൊസൈറ്റി എന്നിവയുടെ സ്ഥാപക അംഗമായും പ്രസിഡന്റായും അദ്ദേഹം വളരെ ദീർഘമായിട്ട് പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിവ്യൂ എന്നീ ജേർണലുകളുടെ എഡിറ്റോറിയൽ കമ്മിറ്റി അംഗമായിരുന്നു. NCERTയുടെ പാഠ്യപുസ്തകങ്ങളുടെയും ഷിംല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സാമൂഹ്യ മതപരമായ പ്രസ്ഥാനങ്ങളിലെ പ്രോജക്റ്റ് ടീം അംഗമായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല ബ്രഹ്മി, വട്ടെഴുത്ത് ഗ്രന്ഥം തുടങ്ങിയ പുരാതന ലിപികളും തമിഴ്, സംസ്കൃതം ഭാഷകളും അദ്ദേഹം കൃത്യമായി പഠിക്കാനിടയായി തീർന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നിരന്തരം എഴുതുകയും റേഡിയോയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക പ്രധാന ഗവേഷണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറൽ സിംബോളിസിസ് ഇൻ കേരള, അത്
1972 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ആസ്പെക്ട്സ് ഓഫ് ആര്യനൈസേഷൻ ഇൻ കേരള 1973 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതേപോലെ തന്നെ റീ ഇൻ്റർപ്രിട്ടേഷൻസ് ഇൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള പുസ്തകം 1977 പ്രസിദ്ധീകരിച്ചു. ഫൗണ്ടേഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ 1994 അദ്ദേഹം എഴുതുകയുണ്ടായി. അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ചില കൃതികൾ ഇന്ത്യ ചരിത്ര പരിചയം 1969, സാഹിത്യ അപരാധങ്ങൾ 1970, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ 1971, വീണ്ടും അത് 2001 പുനഃപ്രതിഷ്ഠിച്ചു. അതുപോലെ കോഴിക്കോടിന്റെ കഥ 2001 അദ്ദേഹം എഴുതുകയുണ്ടായി. കൂടാതെ സെക്കുലർ ജാതിയും സെക്കുലർ മതവും 2001 അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ജനാധിപത്യവും കമ്മ്യൂണിസവും എന്ന് പറയുന്ന പുസ്തകം. അങ്ങനെ നിരവധി ചരിത്ര സാഹിത്യ ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നുണ്ട്. വളരെ അധികം അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ എക്കാലവും തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൺ തേക്കടിലച്ചൻ.